നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി ഹീലിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ചോദ്യമുണ്ട്. റേക്കി ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുടെ അസുഖങ്ങളെ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്ത് റെഡിയാക്കുമ്പോൾ, അവരുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോൾ, ഇതൊക്കെ കർമ്മയല്ലേ? ഒരു ഹീലറിനെ ഇത് തിരിച്ച് ബാധിക്കില്ലേ? അതായത് അവരുടെ പ്രശ്നം എന്താണോ അത് അതുപോലെ തന്നെ ഒരു ഹീലറിന് വരില്ലേ എന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റേക്കി പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻസും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ, ശരിയാണ്, നമുക്ക് വരുന്ന റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിലും ഒക്കെ കർമ്മയാണ്. അതിൽ നമുക്ക് മറ്റൊരഭിപ്രായമില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ നമുക്കൊരു അസുഖം വന്നാൽ, നമുക്കൊരു പ്രോബ്ലം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ പോയി കാണും. ഡോക്ടറെ പോയി കണ്ട് അവർ തരുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ കഴിച്ച്, ഇനി മറ്റെന്തെങ്കിലും ഇപ്പം ഫുഡിലാണെങ്കിലും അല്ലെങ്കിൽ എക്സസൈസിലാണെങ്കിലും ഒക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും. അത് ക്യൂർ ആവും. അപ്പോഴാണ് എൻ്റെ ആ ചോദ്യം വരുന്നത്. അതായത് ഒരു ഡിസീസ് വന്ന് നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് അവർ നമുക്ക് മെഡിസിൻ തരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് അവർ നമുക്ക് തരുന്ന ഗൈഡൻസ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത്. അവരും സത്യത്തിൽ നമ്മുടെ കർമ്മയെ റിലീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കില്ലേ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കൂ. അങ്ങനെയെങ്കിൽ ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും ഒരു ഡോക്ടറിന് തിരിച്ചതേ കർമ്മ വന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വരുന്നില്ല. ഇനി ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്ന ആളുകളുടെ കേസ് എടുക്കാം. എത്ര പേര് കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് തിരിച്ചു ബാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ്. എത്രയോ ആളുകളെ സഹായിക്കുന്നു, ഒരുപാട് വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. ഇവർക്ക് ഫൈനാൻഷ്യൽ ബ്ലോക്സ് വരുന്നുണ്ടോ? ഇല്ല. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ യൂണിവേഴ്സിൽ നമ്മുടെ ഈ ഓരോ സോളായി നമ്മൾ ഓരോ ബർത്ത് എടുത്ത് ഈ ഭൂമിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഓരോ ബർത്തിൻ്റെ പിന്നിലും ഓരോ നിയോഗമുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ടും കൂടെ ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ബർത്തിൻ്റെ പിന്നിലുള്ള ഓരോ നിയോഗങ്ങൾ. ഞാൻ ഈ ഒരു രംഗത്തേക്ക് വരുന്നത് എൻ്റെ 31-32 വയസ്സ് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ റേക്കിയിലോട്ട് വരുന്നത്. അതുവരെ ഞാൻ മറ്റു പല ജോലികളും ശ്രമിച്ചിട്ടും അതിലൊന്നും സക്സസ് ആവാണ്ടൊക്കെ നിന്ന ഒരാളാണ്. എൻ്റെ നിയോഗത്തിലേക്ക് കൃത്യമായി എത്തിയ സമയത്താണ് എൻ്റെ ജീവിതം പോലും മാറ്റിമറിക്കാൻ റേക്കി എന്നെ സഹായിച്ചത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ബർത്തിൻ്റെ പിന്നിലും ഓരോ നിയോഗമുണ്ട്. നമ്മൾ എനർജി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് എടുത്തു പറയും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലുള്ള എല്ലാം എനർജിയാണ്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ചിലപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെയാവാം, നമ്മുടെ ശബ്ദത്തിലൂടെയാവാം. പലതരത്തിലും നമ്മൾ എനർജി ആയിട്ട് തന്നെയാണ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനർജി വൈസ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരില്ലേ എന്ന് ചിന്തിക്കേണ്ടതിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് കൃത്യമായിട്ട് ആ നിയോഗം ഉണ്ടെങ്കിൽ ആ നിയോഗത്തിൽ നമ്മൾ സക്സസ് ആവുക തന്നെ ചെയ്യും. ഇനി മറ്റൊരു കാര്യം, റേക്കി എന്ന് പറയുന്നത് 100% പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരു ഗുരു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മറ്റൊരാളെ ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതിൽ തന്നെ നമ്മൾ എനർജി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഹീലിംഗ് ആയതുകൊണ്ട് തന്നെ, അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു അസുഖമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉള്ള ഒരാൾക്കോ നമ്മൾ കൊടുത്ത് അവിടെയുള്ള ആ ഒരു ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടം നമ്മൾ അവർക്ക് എനർജി കൊടുക്കുന്ന സമയത്ത് തത്തുല്യമായിട്ട് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായ ഒരു എനർജി, അതാണ് നമ്മൾ വാങ്ങിക്കുന്ന ഫീസ് അല്ലെങ്കിൽ ദക്ഷിണ, നമ്മൾ എനർജി എക്സ്ചേഞ്ച് എന്നൊക്കെ പറയും. കൃത്യമായിട്ട് നമ്മൾ റേക്കിയിൽ ഒരു റൂളുണ്ട്. അതായത് ആർക്ക് റേക്കി കൊടുക്കുന്നുവോ തത്തുല്യമായിട്ട് ഒരു എനർജി എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിച്ചിരിക്കണം. അറിയാം, ഓരോ ഹീലറിനും നമ്മൾ മറ്റൊരാളുടെ കർമ്മയാണ് ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്ന്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഹീലിംഗ് ചെയ്തു കൊടുക്കാം. ആർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും തത്തുല്യമായിട്ട് ഒരു എനർജി എക്സ്ചേഞ്ച് നമ്മൾ വാങ്ങിച്ചിരിക്കണം. രണ്ടാമതൊരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അതായത്
ആവശ്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കുക. ഒരിക്കലും നമ്മളൊരു ഹീലറാണ് എന്ന് വിചാരിച്ചിട്ട് അറിയുന്ന എല്ലാവരെയും വിളിച്ചിട്ടോ അല്ലെങ്കിൽ വഴി പോകുന്ന ഒരാൾക്ക് സങ്കടം കണ്ടിട്ട് ചേട്ടാ ഞാനൊരു ഹീലറാണ് അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ കാര്യം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് നമ്മൾ റേക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം റേക്കി എന്ന് പറയുന്നത് ആ ഈശ്വര ചൈതന്യമാണ്, ആ ഡിവൈൻ പവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ കർമ്മ ക്ലിയർ ആവാൻ രേഖി നിമിത്തമാവണം എന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ രേഖയിൽ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ രേഖി അയാൾ സമീപിക്കത്തുള്ളൂ. അവർക്ക് കിട്ടുന്ന ഹീലിംഗ് പോലും ഒരു നിയോഗമാണ്, ഒരു നിമിത്തമാണത്. ഇപ്പം എത്രയോ ഹീലേഴ്സ് നിങ്ങൾക്ക് യൂട്യൂബിലും അല്ലാണ്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇഷ്ടംപോലെ ഹീലേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പം പല ഹീലേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളടുത്ത് വരും. ഇപ്പം ഈവൻ എൻ്റെ അടുത്ത് പോയിട്ട് വേറെ ആളടുത്ത് പോകുന്ന ഒക്കെ ഉണ്ടാവും. അതൊക്കെ നോർമലാണ്. നമുക്ക് ഓരോ നിയോഗം ഉണ്ടാവും. ഇന്നയാൾ ഇന്നേ ഹീലറിൻ്റെ അടുത്ത് എത്തിയാലാണ് സുഖപ്പെടുക, അല്ലെങ്കിൽ അവർക്ക് വ്യത്യാസമുണ്ടാവുക, അവരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റേക്കി എന്ന് പറയുന്ന ആ ഒരു ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്, റേക്കി വെച്ചിട്ട് നമ്മൾ ഒരാളെ ഹീൽ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അവരിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മളിലേക്ക് വരില്ല. ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ കൃത്യമായ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് ആ എനർജി തന്നെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ പലരുടെയും ഒരു കോംപ്ലക്സ് എന്താ വെച്ചാൽ, കോംപ്ലക്സ് അല്ല, സത്യം പറഞ്ഞാൽ അതൊരു അറിവില്ലായ്മയാണ്, പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണത്. ഹീലേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. പല ഹീലേഴ്സിൻ്റെ ഉള്ളിലും തോന്നുന്നൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനാണ് ഹീൽ ചെയ്യുന്നത്, ഞാനാണ് അവരുടെ അസുഖം മാറ്റുന്നത്, ഞാനാണ് അവരുടെ പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന്. ഒരിക്കലും അങ്ങനെ തോന്നാതിരിക്കുക. കാരണം നമ്മളൊരു ചാനൽ മാത്രം, നമ്മളൊരു മീഡിയം ആണ്. നമ്മളിലൂടെ ആ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു തോട്ടോട് കൂടിയിട്ടാണ് ഒരു ഹീലർ ഒരു ഹീലിയെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയും, നിങ്ങൾക്ക് യാതൊരു തരത്തിലും അവരുടെ കർമ്മ ബാധിക്കില്ല. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് റേക്കി ചെയ്യുമ്പോൾ. ഈവൻ എത്രയോ ആളുകൾ റേക്കി പഠിച്ചിട്ട് റേക്കി ഹീലിംഗ് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ റേക്കി ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അതായത് നമുക്ക് വേദനകൾ വരുന്നു, ഒരാൾ ഹീൽ ചെയ്യുന്ന സമയത്ത് എനിക്കും പെയിന് വരുന്ന പോലെ തോന്നുന്നു മാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചോദിക്കും എന്തു പറ്റി? ഞാനാണ് അവരെ ഹീൽ ചെയ്തത്. അപ്പോഴും പറയുന്നതാണ് ഞാനാണ് അവരെ ഹീൽ ചെയ്തത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഒരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ റേക്കിയുടെ അടുത്ത് കാണിക്കരുത്. കാരണം അത് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ റേക്കി ദീക്ഷ എടുത്ത ആളാണ് എങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് റേക്കി സാധന ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, ഞാൻ 100% ഉറപ്പ് പറയുന്നു, ആ എനർജി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്ന ഒന്നും തന്നെ ചെയ്യില്ല. നിങ്ങളെ സംരക്ഷിക്കുക മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും മറ്റൊരാളുടെ ഒരു കർമ്മയും നിങ്ങൾക്ക് ബാധിക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. താങ്ക് യു.